കാൾ മാർക്സ് എന്ന് പറയുന്നത് ഒരു 19th സെഞ്ച്വറി ജർമ്മൻ ഫിലോസഫറാണ്. 1880 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി, അല്ലെങ്കിൽ ഒരു മാർക്സിസത്തിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസമാണ്. ഇപ്പോൾ പി ജിക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാൾ മാർക്സിനെ പറ്റി പഠിക്കാനായിട്ട് കാണും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ്, 15 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിനകത്തൊക്കെ വരുന്ന പോയിൻറ്റ്സ് ആണ് ഇതെല്ലാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം ആണ്. എന്താണ് ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം? ആ ഒരു പേര് പോലെ തന്നെ എന്തോ ഒരു സമയം ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ എന്താണ് മെറ്റീരിയലിസം, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഹിസ്റ്ററി മൂവ്സ്, എങ്ങനെയാണ് ചരിത്രം പോകുന്നത്. അതായത് മാർക്സ് ബിലീവ് ചെയ്തത് എക്കണോമിക് ബേസ് ഓഫ് സൊസൈറ്റി, അതായത് നമ്മളിപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വസ്തു, എന്ത് വസ്തു ആണെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു വസ്തു നമ്മൾ എങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് അതിൻ്റെ സൂപ്പർ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഒരു ബേസ്, നമ്മുടെ സമൂഹത്തിൽ എന്ത് കാണും, ഒരു ബേസ് കാണും. ആ ബേസ് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അതിനോട് മുകളിലോട്ട് പോകുന്ന സൂപ്പർ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബേസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അടിത്തറ വേണം, ആ അടിത്തറ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ മുകളിലോട്ട് നമ്മൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നോളജസ് അനുസരിച്ച്, നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അനുസരിച്ച് നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ കൂട്ടത്തിൽ കുറേ രീതിയിലുള്ള എക്സ്പീരിയൻസസും കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള കുറേ നോളജസും കുറേ പേര് നമ്മൾ ഉപദേശിക്കും, അങ്ങനത്തെ കുറേ സംഭവമൊക്കെ ചെയ്തിട്ടാണെങ്കിൽ നമുക്കത് കിട്ടും. അത് കിട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേറൊരു സിസ്റ്റത്തിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, സമൂഹത്തിലോട്ട് ഒരു സംഭവം നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിച്ചു വരുമ്പോഴേ ABCD സംഭവങ്ങളെല്ലാം ഞാൻ പഠിച്ചു വരും. അതുപോലെ തന്നെ അക്ഷരമാലകളെല്ലാം കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ബേസ് ആയിട്ട് ഞാൻ പഠിക്കും. മുകളിലോട്ട് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴും ഡിഗ്രി PG വരെ പോകുമ്പോഴും എനിക്ക് കുറേ ഇടത്തുനിന്ന് നോളജസ് കിട്ടുന്നുണ്ട്. ആ നോളജസ് എല്ലാം ഗ്രാസ്പ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് എനിക്കൊരു ജോലി കിട്ടുന്നത്. അപ്പം ഈ ഒരു ബേസ് സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ ബാക്കി കിട്ടുന്ന സൂപ്പർ സ്ട്രക്ചർ, ബാക്കി ഞാൻ മുകളിലോട്ട് കെട്ടിപ്പോകുന്ന, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ഒരു നോളജസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതാണ് മാത്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബേസ് എന്താണോ ആ ബേസ് എന്ന് പറയുന്ന സംഭവമായിരിക്കും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, സൂപ്പർ സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതാണ് ഗവൺമെൻറ്റിനെയും ലോസിനെയും റിലീജിയനെയും കൾച്ചറിനെയും എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ചുകൂടി ഒരു പിക്ചർ ആയിട്ടുള്ള രീതിയിലുള്ളൊരു ഡെമോൺസ്ട്രേഷൻ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോട്ടർ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്ററി പ്രോഗ്രസസ് ടു സ്റ്റേജസ് ആണ്. അതായത് ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിൽ, ഇപ്പം സ്വാഭാവികമായിട്ടൊരു ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനിൽ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റുകളുണ്ടാവും. ഇപ്പോൾ മുതലാളി തൊഴിലാളി എന്ന് പറഞ്ഞൊരു രീതിയിലാണെങ്കിലും അവിടെ എന്താവും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ഹിസ്റ്ററി പ്രോഗ്രസ് ചെയ്യുന്നത് ഈ ഒരു ഫോഴ്സസ് ഓഫ് പ്രൊഡക്ഷനും റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻസ് തമ്മിൽ, ആർക്ക് എന്താണ് ഓൺ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം തമ്മിലാണ് പോകുന്നത്. അപ്പോൾ ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ആൻഡ് സൂപ്പർ സ്ട്രക്ചർ തമ്മിലുള്ള റിലേഷനെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസത്തിൽ മാർക്സ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമുക്കൊരു 5 സ്റ്റേജസ് ഓഫ് ഹിസ്റ്ററിയാണ് മാർക്സ് പറയുന്നത്. ഒന്നാമത്തേതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം. പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും ഇവിടെ കാണത്തില്ല. എല്ലാവരും ഷെയർ ചെയ്യുന്നത് സെയിം ആയിട്ടുള്ളൊരു റിസോഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാവരും ഷെയർ ചെയ്യുന്നത്. അതാണ് പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതായത് ആർക്കും എൻ്റേത് നിൻ്റേത്, അല്ലെങ്കിൽ എൻ്റെ കിണർ അല്ലെങ്കിൽ നിൻ്റെ കട്ടിൽ, അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങളൊന്നുമില്ല. എല്ലാവരും എന്തായിരിക്കും ഷെയർ ചെയ്യുന്നത്, കോമൺ ആയിട്ടുള്ള രീതിയിലുള്ള റിസോഴ്സസ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രിമിറ്റീവ് കമ്മ്യൂണിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് പറയുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് സ്ലേവറിയാണ്. അതായത് സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി എങ്ങനെയാണ് പോകുന്നത്, ആദ്യത്തെ നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് കമ്മ്യൂണിസം. അവിടെ എല്ലാവർക്കും എല്ലാം ഉപയോഗിക്കാം, ഫോർ ഓൾ ആണ്, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഉപയോഗിക്കാം. രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ സ്ലേവറിയാണ്. നമ്മൾ ഗ്രീക്കിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ എന്താണ്, സ്ലേവറി അവിടെ ഭയങ്കര കൂടുതലാണ്. സ്ലേവറി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ ലോകം ഭരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഉണ്ടാവും, സ്ലേവ്സ് ഉണ്ടാവും. മാസ്റ്റേഴ്സ് ഓൺ ദ വർക്കേഴ്സ് ആയിരിക്കും. സ്ലേവ്സിനെ കോൺ ചെയ്യുന്നത് ആരായിരിക്കും, മാസ്റ്റേഴ്സ് ആയിരിക്കും. മാസ്റ്റേഴ്സ് പറഞ്ഞതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ലേവ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മൂന്നാമത്തേന്ന് പറയുന്നത് ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് പറയുമ്പോൾ എന്താണ്, മുതലാളി തൊഴിലാളി ഒരു വ്യവസ്ഥയാണ് അവിടെ വരുന്നത്. അതായത് ലോഡ്സ് ഓൺ ദ ലാൻഡ് സെർസ് വർക്ക് ഇറ്റ് ഫോർ പ്രൊഡക്ഷൻസ്. അതായത് മുതലാളിമാർ എന്ത് ചെയ്യും, അവർക്കായിരിക്കും ഭൂമിയും കാര്യങ്ങളും, അവരുടെ പേരിലായിരിക്കും ഇത്ര ഏക്കർ വസ്തു ഉള്ളത്. പക്ഷെ നമ്മുടെ പാവപ്പെട്ട സ്ലേവ്സ് ആയിരിക്കത്തില്ല, എന്നാലും അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, സെർഫ്സ് എന്ന് പറയാൻ പറ്റും, അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ ജോലി ചെയ്യുന്നതിൻ്റെ അതായത് എന്ത് ബെനിഫിറ്റ് കിട്ടുന്നോ അതിൽ നിന്നും, കൃഷിയിൽ നിന്നും എത്ര ബെനിഫിറ്റ് കിട്ടുന്നോ ആ ബെനിഫിറ്റ് ഫുൾ ആർക്കായിരിക്കും, ആ ഒരു മുതലാളിക്കായിരിക്കും. അതാണ് ഫ്യൂഡലിസം. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതേ സെയിം സാധനം തന്നെ കുറച്ചുകൂടെ നാൾ കഴിഞ്ഞ് വന്നൊരു രീതിയാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. ബിസിനസ് ഓണേഴ്സ്, അവരെയാണ് നമ്മളെന്ന് വിളിക്കുന്നത് ബൂർഷ്വാസ് എന്ന് വിളിക്കും.
അവരായിരിക്കും പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുന്നത്. വർക്കേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ തൊഴിലാളിയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത് കുറച്ച് ജോലിക്കാരായിരിക്കും. അവരാണ് നമ്മൾ പ്രൊലിറ്ററേറ്റ് എന്ന് നമ്മൾ പറയും. ഇപ്പോൾ ബൂർഷ്വാ പ്രൊലിറ്ററേറ്റ് എന്ന് പറഞ്ഞൊരു ഇതിൽ, അപ്പോൾ ബൂർഷ്വാസ് എന്ന് പറയുന്ന റിച്ച് ആയിരിക്കും, അവർക്കാണ് എല്ലാ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സും എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റുകളും കിട്ടുന്ന അവർക്കായിരിക്കും. പ്രൊലിറ്ററേറ്റ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ബൂർഷ്വാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇതാണ് ഒരു ക്യാപിറ്റലിസം രീതി എന്ന് പറയുന്നത്. ലാസ്റ്റ് വണ്ണാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ഫൈനൽ സ്റ്റേജ് ആണ്. അവിടെ നിന്ന് പറഞ്ഞ് എന്താ, ക്ലാസസും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഒന്നുമില്ല, എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും കിട്ടും. ഇങ്ങനത്തെ രീതിയിലുള്ളൊരു വേർതിരിവോ ഡിവിഷൻസോ കാര്യങ്ങളില്ല. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. കാൾ മാർക്സ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കമ്മ്യൂണിസത്തിനാണ്, ക്ലാസ്ലെസ് സൊസൈറ്റിക്കാണ് ആര് ഫോക്കസ് ചെയ്യുന്നത്, കാൾ മാർക്സ് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു ടേം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാം, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം മാറ്റി വെച്ചു എന്നതല്ല കമ്മ്യൂണിസം എന്ന് പറയുന്നത്. കാൾ മാർക്സിൻ്റെ ഐഡിയയിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സാധനങ്ങൾ കിട്ടണം, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടാവത്തില്ല. അതാണ് കമ്മ്യൂണിസം. സോ കാൾ മാർക്സിൻ്റെ അടുത്ത ഒരു മെയിനായിട്ടുള്ള ഒരു മാർക്സിസത്തിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത് അനാലിസിസ് ഓഫ് ക്യാപിറ്റലിസം ആണ്. ഈ ഒരു മുതലാളി തൊഴിലാളി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്, അനലൈസ് ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് പറയുന്നത് നോക്കാം. മാർക്സ് ആർഗ്യൂഡ് ദാറ്റ് ക്യാപിറ്റലിസം ഈസ് ഇൻഹെറന്റ്ലി എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺസ്റ്റേബിൾ. അദ്ദേഹം പറഞ്ഞു ഈ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ഭയങ്കര ആയിട്ടുള്ള രീതിയിൽ അൺസ്റ്റേബിൾ ആണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആണ്. കാരണം ഒരാൾ കഠിനമായിട്ട് കിടന്ന് പരിശ്രമിക്കുന്നു, അയാളുടെ ഹാർഡ് വർക്ക് കൊണ്ടുണ്ടാകുന്ന ഫുൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ ഒരു മുതലാളിക്കാം. ഇതെന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആണെന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനത്തെ ഒരു ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു സ്ഥലത്ത് അവിടെ രണ്ട് മെയിനായിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഒന്ന് ബൂർഷാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, ഭയങ്കര വലിയ മുതലാളികൾ, അതായത് വെൽത്തി ആയിട്ടുള്ള ഓണേഴ്സ് ആയിരിക്കും. രണ്ടാമതായിട്ട് പറയുന്നത് പ്രൊലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്, ദിവസക്കൂലിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളായിരിക്കും. അപ്പോൾ ക്യാപിറ്റലിസം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത്, ആ സ്ഥലത്ത് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ രണ്ട് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ബൂർഷ്വാസ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും പ്രൊലിറ്ററേറ്റ് തൊഴിലാളിയായിട്ടുള്ള ആൾക്കാരും അവിടെ ഉണ്ടാവും. വേജ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ വേജ് വർക്കേഴ്സ് ആയിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് പ്രൊലിറ്ററേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലാസ്സസ് കാണണമെന്നാണ് ആര് പറയുന്നത്, കാൾ മാർക്സ് പറയുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നതാണ് സർപ്ലസ് വാല്യൂ. അത് മെയിനായിട്ട് കുറേ ക്വസ്റ്റ്യൻസിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ സർപ്ലസ് വാല്യൂ എന്താണ്, കാൾ മാർക്സിൻ്റെ സർപ്ലസ് വാല്യൂ എന്താണെന്നുള്ളത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ സർപ്ലസ് വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സർപ്ലസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അൺപെയ്ഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് ഒറ്റവാക്കി നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിനെക്കാട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, അതായത് അവർക്ക് ഇപ്പം ഞാനൊരു തൊഴിലാളിയാണെന്ന് വിചാരിച്ചോ, ഞാൻ മാക്സിമം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് കുറേ ജോലി ചെയ്യിപ്പിച്ചു. പക്ഷേ ആ ജോലി ചെയ്യിപ്പിക്കുന്നത് അത്രയൊന്നും ജോലി ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, അധികമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടോ, കിട്ടുന്നുമില്ല. അങ്ങനത്തെ ഒരു തീമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തിയറിയാണ് ഈ ഒരു സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അതായത് അങ്ങനത്തെ എന്ത് രീതിയിലുള്ള സർപ്ലസ് വാല്യൂ, അതായത് അഡീഷണൽ ആയിട്ട് എന്താണ് കിട്ടുന്നത്, ആ കിട്ടുന്നത് ഫുള്ള് പ്രോഫിറ്റ് ആർക്കായിരിക്കും, മുതലാളിക്കായിരിക്കും. ഇപ്പം ഞാനൊരു തൊഴിലാളിയാണെങ്കിൽ എന്നെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യിപ്പിച്ച് അധികവും, അതായത് ആവശ്യത്തിലധികം എന്ത് ചെയ്യുന്നു, എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഒരു സംഭവത്തിൻ്റെ ബെനിഫിറ്റ് ഫുൾ ആർക്കായിരിക്കും പോകുന്നത്, മുതലാളിക്കായിരിക്കും പോകുന്നത്. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സർപ്ലസ് വാല്യൂ. പക്ഷേ എനിക്ക് അതിനുള്ള ബെനിഫിറ്റ് കിട്ടുമോ, എനിക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടുമോ, പേയ്മെൻറ്റ് കിട്ടത്തുമില്ല. ഞാൻ ജോലി ചെയ്തതിന് തന്നെ കിട്ടുന്നത് പാടാം, അപ്പോൾ അധികം ചെയ്തതിനുള്ളത് കിട്ടുന്നതേ ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത് വർക്കേഴ്സ് പ്രൊഡ്യൂസ് മോർ വാല്യൂ ദാൻ ദേ ആർ പെയ്ഡ് ഇൻ വേജസ്. അവർക്ക് കിട്ടുന്ന പൈസയെക്കാട്ടി കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ആ ഒരു സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് ഓൺ ചെയ്യുന്നത് ആരായിരിക്കും, ഒരു പ്രോഫിറ്റായിട്ട് ഓൺ ചെയ്യുന്നത് നമ്മുടെ മുതലാളി തന്നെ ആയിരിക്കും. അതിനാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് ഏലിയനേഷൻ. ആ ഒരു പേര് കേൾക്കുമ്പോഴറിയാം ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏലിയനേറ്റ് ചെയ്ത് നിർത്തുക, മാറ്റി നിർത്തുക. ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ കീഴിൽ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏലിയനേറ്റ് ആയി, അതായത് അവർ 4 കാര്യങ്ങളിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് അവർ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അതിനാണ് ഏലിയനേഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ഏതൊക്കെ 4 കാര്യങ്ങളിൽ നിന്നാണ് അവർ മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നത്. ഒന്ന്, ദ പ്രൊഡക്ട്സ് ദേ മേക്ക്. ഇപ്പം ഞാനൊരു തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊഡക്ട്സിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടതായിട്ട് വരും. കാരണം ഞാനത് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്നൊരു ബെനിഫിറ്റ് എനിക്ക് കിട്ടത്തില്ല. ഉണ്ടാക്കി കഴിഞ്ഞു, അടുത്തൊരു ജോലി വന്നു, അത് ചെയ്തു കഴിഞ്ഞു. അല്ലാതെ അതിൽ നിന്ന് എനിക്കൊരു ബെനിഫിറ്റോ അതിൽ നിന്ന് എനിക്കൊരു അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കേണ്ടതായിട്ട് വരും. 2, പ്രോസസ് ഓഫ് വർക്കിംഗ്.
ജോലി ചെയ്യുന്ന ആ ഒരു സിസ്റ്റവും കാര്യങ്ങളിൽ നിന്നും ഞാൻ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഏലിയനേറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ നല്ല രീതിക്കായിരിക്കത്തില്ല ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ വരും. അതുപോലെ തന്നെ ഫെല്ലോ വർക്കേഴ്സിൽ നിന്നും അപ്പോൾ എല്ലാവരുമായിട്ടും ഞാൻ ഒരു അകൽച്ച പാലിക്കേണ്ടതായിട്ട് വരും. കാരണം ഞാൻ എനിക്ക് വേണ്ടിയിട്ടോ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടോ അല്ല ജോലി ചെയ്യുന്നത്, എനിക്ക് ഇച്ചിരി നല്ല പൈസ കിട്ടാനോ അല്ല ജോലി ചെയ്യുന്നത്. ആ മുതലാളി പറഞ്ഞു കേട്ടു, അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ആ കൂടെ ജോലി ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞൊരു രീതിയിലുള്ളൊരു റിലേഷനോ കാര്യങ്ങളോ അവിടെ വർക്കാകത്തില്ല. ലാസ്റ്റ് നമ്മുടെ ഹ്യൂമൻ പൊട്ടൻഷ്യൽ, നമുക്കൊരു പൊട്ടൻഷ്യലാണ്, ഓരോ ഹ്യൂമൻസിനും അവരുടേതായിട്ടുള്ള ഓരോ പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ അവരവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം എടുത്ത് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് മുതലാളിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുക. അവൻ സ്വന്തമായിട്ട് അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എന്തൊക്കെ വേണം, പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് വേണം, അവൻ ചെയ്യുന്ന ജോലിയോട് അവനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ത് ചെയ്യും, സ്വന്തമായിട്ടുള്ളൊരു പൊട്ടൻഷ്യൽ എടുത്ത് അവിടെ ജോലി ചെയ്യും. പക്ഷേ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു തൊഴിലാളി ജോലി ചെയ്യുന്നത് മുതലാളിക്ക് വേണ്ടിയിട്ടാണ്, ബൂർഷ്വാസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവൻ്റെ സ്വന്തമായിട്ടുള്ള പൊട്ടൻഷ്യലിൽ നിന്ന് വരെ എന്ത് ചെയ്യണം, ഡിസ്കണക്ട് ചെയ്ത് പോവുക. അവനിങ്ങനെ കണ്ടിന്യൂ രാവിലെ വരുന്നു, ഒരു റെസ്റ്റും ഇല്ല, ജോലി ചെയ്യുന്നു. അപ്പോൾ ഈ 4 കാര്യത്തിൽ നിന്നും അവരെന്തായിരിക്കും, ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അതാണ് ഏലിയനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. ഈ 4 പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് വരുന്നത് ക്ലാസ് സ്ട്രഗിൾ ആൻഡ് റവല്യൂഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കാൾമാക്സിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് ഓൾ ഹിതേർട്ടോ എക്സിസ്റ്റിംഗ് സൊസൈറ്റി ഈസ് ദ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾസ്. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഈ കുറേ അച്ചീവ്മെൻറ്റ്സും കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, കുറേ ബെനിഫിറ്റഡ് ആയിട്ടുള്ള കുറേ രീതിയിലുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ എന്നോ ചരിത്രത്തിൽ എവിടെയോ ഒരു സമയത്ത് നടന്ന ക്ലാസ് സ്ട്രഗിളിൻ്റെ ഫലമായിട്ട് അവർ നേടിയെടുത്ത എന്തോ ഒരു റവല്യൂഷൻ്റെ ഫലമായിട്ട് അവർ നേടിയെടുത്ത ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ ആസ്വദിക്കുന്ന നമ്മളുടെ ഫ്രീഡം. ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പല ഫ്രീഡം ഫൈറ്റേഴ്സും അന്ന് അവരുടെ ജീവൻ കൊടുത്തും അവരുടെ ബ്ലഡ് കൊടുത്തും അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെ കാൾമാക്സ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പണ്ട് ഏതോ ഒരു സമയത്ത് മുതലാളി തൊഴിലാളി വ്യവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ തൊഴിലാളികൾ ഈ ശബ്ദം അതിനെതിരെ കുറേ നാൾ അവരെന്ത് ചെയ്തില്ല, ശബ്ദം ഉയർത്തിയിട്ടില്ല, അതിനെതിരെ അവരെന്ത് ചെയ്തില്ല, റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് അവരെന്ത് ചെയ്തു, അതിനെതിരെ റെസ്പോണ്ട് ചെയ്തു. ആ റെസ്പോണ്ട് ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ എന്ത് കാണുന്നത്, ഇനി കാണുന്ന ക്ലാസ്ലെസ് ആയിട്ടുള്ള സൊസൈറ്റി എന്നതാണ് കാൾമാക്സ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ക്ലാസ് കോൺഷ്യസ്നെസ്സിനെ പറ്റി പറയുന്നുണ്ട്. ഒരു റവല്യൂഷൻ ഹാപ്പൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കേഴ്സ് എവിടെ നിന്ന് മൂവ് ചെയ്യണം, അതായത് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജോലി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു മുതലാളിയുടെ കീഴിൽ ജോലി ചെയ്യേണ്ട ആളല്ല എന്നൊരു തീരുമാനം അല്ലെങ്കിൽ എന്നൊരു ചിന്ത ഒരാളുടെ മനസ്സിൽ വരുമ്പോൾ മാത്രമാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, അതിനെതിരെ റവല്യൂഷൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഒരാളുടെ കീഴിൽ അടിമയെ പോലെ കിടന്ന് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ ഞാൻ പണിയെടുക്കും, എന്നെക്കൊണ്ട് പറ്റത്തില്ല. എൻ്റെ റെസ്റ്റും ഒന്നും ഇല്ലാതെ ഞാൻ ഈ കിടന്ന് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റേഷനുണ്ട്. ഞാൻ അങ്ങനല്ല, എനിക്ക് അതിനെക്കാട്ടി നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ എപ്പോൾ തിരിച്ചറിയുന്നോ അപ്പോഴായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, റിവോൾട്ട് ചെയ്യുന്നത്. ഈ സെയിം സാധനമാണ് ആര് പറയുന്നത്, റവല്യൂഷനകത്ത് കാൾമാക്സ് ഇവിടെ പറയുന്നത്. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പവറും ഇൻട്രസ്റ്റും മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. അപ്പോഴാണ് എന്ത് വരുന്നത്, ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നതും റവല്യൂഷൻ ഉണ്ടാകുന്നതും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നെവിറ്റബിലിറ്റിയാണ്. മാർക്സ് പ്രെഡിക്റ്റ് ചെയ്തു ക്യാപിറ്റലിസം എന്ന് പറയുന്നത് കൊളാപ്സ് ചെയ്യും. അതായത് റിക്കറിങ് ആയിട്ടുള്ള എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകുമ്പോഴും എക്സ്ട്രീം ആയിട്ടുള്ള ഇൻഇക്വാലിറ്റി വരുമ്പോഴും അത് പ്രൊലറ്റായിട്ടുള്ള ആൾക്കാരെ ബൂർഷ്വാസിനെ ഓവർത്രോ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, ഈ പ്രൊലറ്റായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ജോലി ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാനൊരു തൊഴിലാളിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നാൾ കഴിയുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന വേതനം എനിക്ക് കിട്ടുന്നില്ല, ഇൻഇക്വാലിറ്റി ആണ്, രാജ്യത്ത് ഭയങ്കര എക്കണോമിക് ക്രൈസിസ് ഉണ്ടാകും. അതായത് ഇവരെ കൊണ്ട് മാക്സിമം ജോലി ചെയ്യിപ്പിച്ച് ഇവർ ക്ഷീണിക്കുന്നൊരു സിറ്റുവേഷൻ വരുമല്ലോ. അങ്ങനെ വരുന്ന സമയത്താണ് ക്യാപിറ്റലിസം എന്ത് ചെയ്യുന്നത്, കൊളാപ്സ് ആവുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഡിസ്ട്രോയ് ആയി പോകുന്നത് എന്നാണ് ആര് പറഞ്ഞത്, കാൾമാക്സ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയത്ത് ആരുടെ ഡിക്റ്റേറ്റർഷിപ്പ് വരും, അല്ലെങ്കിൽ ആരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടായി, റവല്യൂഷൻ ഉണ്ടായി. ആ ഒരു റവല്യൂഷനും ഒക്കെ ഉണ്ടായതിന് ശേഷം അവിടെ ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നത് പ്രൊലിറ്ററേറ്റ്സിൻ്റെ ആയിരിക്കും ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നത്. അവരുടെ അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാവും, അവരുടെ എംപവർമെൻ്റ് ഉണ്ടാവും. ഈ താഴേക്കടയിലുള്ള ജോലി ചെയ്യുന്ന തൊഴിലാളി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ഉണ്ടാവും. അവരെന്ത് ചെയ്യും, കുറച്ചുകൂടെ ഹൈ ആയിട്ട് അവരുടെ ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് അവിടെ ഉണ്ടാകും. അവരുടെ ഡിക്റ്റേറ്റർഷിപ്പാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷണൽ ഫേസ് ആണ്. വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ പിന്നെ എന്ത് ചെയ്യും, അവർ റവല്യൂഷൻ നടത്തും, ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകും, അവർ പിന്നെ എന്ത് ചെയ്യും, ഭരണവും കാര്യങ്ങളും ഏറ്റെടുത്ത് ആ ബൂർഷ്വാസിനെ മൊത്തം എന്ത് ചെയ്യും, താഴോട്ടാക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് അവസാനിക്കുന്നത്.
അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ഈ ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിലോസഫിക്കൽ ഐഡിയ ആണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. എന്താണ് ഡയലക്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡയലക്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഡയലോഗാണ്, സംഭാഷണമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹിസ്റ്ററിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ചരിത്രം ഇങ്ങനെയാണ്, ബേസാണ്, സൂപ്പർ സ്ട്രക്ചർ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഡയലക്റ്റിക്സ്, സംഭാഷണത്തിലുള്ളൊരു സംഭവം അദ്ദേഹം പറയുന്നു. എന്തോ ഡയലക്റ്റിക്സിന് ഇവിടെ റോള് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞൊരു തിയറി അദ്ദേഹം കടമെടുത്തിട്ടുള്ളത് ഹെജലിൻ്റെ കയ്യിൽ നിന്നാണ്. ഹെജലിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഹെജലിനെ പറ്റിയിട്ട്. അപ്പോൾ ഹെജലിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞത് ഒരു ചേഞ്ചാണ്. കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഫിസിക്കൽ ഫോഴ്സ്, അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് അല്ലാതെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഫിസിക്കൽ ഫോഴ്സസിലൂടെ ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു സംഭവം പറഞ്ഞു, ഞാൻ തൊഴിലാളി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ഞാനൊരു ഐഡിയ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് പറയുന്നതിന് നമുക്ക് തീസിസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. എൻ്റെ ഐഡിയ തീസിസ്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വേറൊരു ഐഡിയ പറഞ്ഞു, അതിനെ നമുക്ക് ആൻറ്റി തീസിസ് എന്ന് പറയാൻ പറ്റും. അയാളുടെ വ്യൂ ആയിരിക്കും പറയുന്നത്, വേറൊരു ഐഡിയ ആയിരിക്കും പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രണ്ടിൻ്റെയും ആശയത്തിന് ഇതാക്കിക്കൊണ്ട് പുതിയൊരു ആശയം വരും. അതിനാണ് നമ്മൾ സിന്തസിസ് എന്ന് പറയുന്നത്. സോ ഒരു തീസിസും അതിനുശേഷം ഒരു ആൻറ്റി തീസിസും ഉണ്ടാവും, ലാസ്റ്റ് ഉണ്ടാകുന്നതാണ് സിന്തസിസ് എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഐഡിയാസിലൂടെ ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് സിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഐഡിയ പിന്നെ ഒരു ഐഡിയ, അതിൽ നിന്നും വേറൊരു ഐഡിയ ഉണ്ടാവും. സംഭാഷണത്തിലൂടെയാണ്, ഡയലക്റ്റിക്സിലൂടെയാണ് ഇതുണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ ഇതെന്ന് വിളിക്കുന്നത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. ഹെജലിൻ്റെ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും, ഹെജലും സെയിം ആയിട്ടുള്ള തിയറി തന്നെയാണ് പറയുന്നത്. സോ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം, ചിലപ്പോൾ അതിന് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആൻറ്റി തീസിസ് ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് വേറൊരു സിന്തസിസ് ഉണ്ടാവും. അതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത്. കാൾ മാർക്സിൻ്റെ അടുത്ത മെയിനായിട്ടുള്ള ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ റിലീജിയൻ ആണ്. റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് റിലീജിയനെ വിളിക്കുന്നത് ഒപ്പിയം ഓഫ് ദ പീപ്പിൾ എന്നാണ്. അദ്ദേഹം ഇതിനെ ആർഗ്യൂ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂളിംഗ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഒപ്പറസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ താഴേക്കുള്ള ആൾക്കാരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ ഒരു റിലീജിയൻ. അന്നത്തെ കാലത്ത് അറിയാമല്ലോ റിലീജിയൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ കാൾ മാർക്സ് ഈ റിലീജിയനെ ഒപ്പിയം ഓഫ് ദ പീപ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒപ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് നമ്മളിവിടെ ബ്രിട്ടീഷുകാർ വന്ന് നമ്മളോട് ഫോഴ്സ് ചെയ്ത ആ സെയിം സാധനം തന്നെയാണ് ഒപ്പിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പിയം എന്ന് പറഞ്ഞൊരു സെൻസിറ്റീവ് ആയിട്ടൊരു സെഡേറ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ അതിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടിമപ്പെട്ടു പോകും എന്ന് പറയുന്നൊരു സംഭവമാണ്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ടൈമിന് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നതും കാൾ മാർക്സ് പറഞ്ഞ അതുപോലെ തന്നെ, അതിന് അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ അടിമപ്പെട്ടതാണ്. എൻ്റെ റിലീജിയനാണ് വലുത്, നിൻ്റെ റിലീജിയനാണ് വലുത് എന്ന് പറഞ്ഞൊരു ടൈം നമ്മുടെ തലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സംഭവമാണ്. അപ്പം മുതലാളി തൊഴിലാളി പിന്നെയും ആ ഒരു വ്യവസ്ഥ അവിടെ തന്നെ ഉണ്ടാകും, നിലനിൽക്കും. അപ്പോൾ താഴേക്കിടയിലുള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, ആ ലോവറായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ എന്നൊരു രീതിയിലാണ് കാൾ മാർക്സ് റിലീജിയനെ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം കോട്ട് ചെയ്യുന്ന വേറൊരു സാധനമാണ് പ്രാക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് രീതിയിലുള്ള സംഭവം നമ്മൾ പഠിച്ചു വെച്ചിട്ട്, ഒരു തിയറി നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടിക്കലായിട്ട് നമ്മളത് അപ്ലൈ ചെയ്യണം. എപ്പോഴാണ് നമ്മളത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നത്? അപ്പം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലോകത്തിന് ചേഞ്ചസ് ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് ഒരു റവല്യൂഷൻ നടക്കുന്നത്. അപ്പോൾ മാത്രമേ മാറാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ? മാറത്തുള്ളൂ. ചേഞ്ച് ആവാത്ത കാര്യങ്ങൾ ചേഞ്ച് ആവത്തുള്ളൂ. അതിനെയാണ് കാൾ മാർക്സ് പ്രാക്സിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം, അതായത് തൊഴിലാളി മുതലാളി എന്ന് പറഞ്ഞ ആ ഒരു ക്യാപിറ്റലിസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം, ആൾക്കാരെല്ലാം കൂടെ ക്ലാസ് സ്ട്രഗിൾ ചെയ്തു, അതിൻ്റെ ഫലമായിട്ട് റവല്യൂഷൻ വന്നു. റവല്യൂഷൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കോൺസെപ്റ്റാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ ക്ലാസ്ലെസ് സൊസൈറ്റി. അതാണ് പറയുന്നത് ഇവിടെ തന്നെ നമ്മുടെ തീസിസ്, ആൻറ്റി തീസിസ്, അതുപോലെ തന്നെ സിന്തസിസ് എന്ന് പറയുന്നൊരു സംഭവം. അതൊക്കെ തന്നെയാണ് കാൾ മാർക്സോട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള വർക്ക്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആണ്. 1848 ഇയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 1848 അദ്ദേഹം അത് ഓതർ ചെയ്തിട്ടുള്ളത്. ഒരു ഷോർട്ടായിട്ടൊരു റവല്യൂഷണറി ആയിട്ടുള്ള രീതിയിലുള്ളൊരു ബുക്കാണത്. അദ്ദേഹം അത് ഫ്രെഡറിക് ഏഞ്ചൽസിൻ്റെ കൂടെ നിന്ന് അവർ രണ്ടുപേരോട് കൊളാബറേറ്റ് ചെയ്ത് എഴുതിയൊരു വർക്കാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒരു സയൻറ്റിഫിക് ബ്രേക്ക് ഡൗൺ ആണ്. ഹൗ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി വർക്ക്സ് ആൻഡ് വൈ ഇറ്റ് എക്സ്പ്ലോയ്റ്റ്സ് വർക്കേഴ്സ് എന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ് ദാസ് ക്യാപിറ്റൽ. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മേജർ ആയിട്ടുള്ള വർക്ക്സ് എന്തൊക്കെയാണ്? ഇത് മാത്രമല്ല ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടും എപ്പോഴും ഓർത്തിരിക്കേണ്ട രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്, ഇൻക്ലൂഡിങ് ദ ഇയർ. സോ ഇത്രയാണ് കാൾ മാർക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറേ തിയറീസും മാർക്സിസം എന്ന് പറഞ്ഞൊരു ഐഡിയോളജിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങളും ഇത്രയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. ഞാൻ അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോയും കൂടി ഇടാം. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക.